ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് നോമ്പാചരണത്തിൻ്റെ പ്രഥമ പരിഗണന എന്നാലോചിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ: ദൈവത്തോടു കൂടെ വസിക്കുക. നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ധ്യാനവുമെല്ലാം ആത്യന്തികമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലക്ഷ്യത്തിലേക്കാണ്. കേവലം ആചാരങ്ങൾക്കപ്പുറം സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിൻ്റെ പുതുക്കലാണ് ഓരോ നോമ്പുകാലവും. ദൈവത്തോടു കൂടിയുള്ള ഈ വാസം അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നാം ദർശിക്കുന്നത് സീനായ് മലയിലാണ്. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള യാത്രയിലാണ് മോശയും ഇസ്രായേൽ ജനവും. യാത്രയുടെ ഇടയിൽ അവർ സീനായ് മലയുടെ ചുവട്ടിലെത്തി. യാത്ര തുടങ്ങിയതിൻ്റെ 50-ാം ദിവസം മോശ മലമുകളിലേക്ക് കയറി. അവിടെ അവൻ കർത്താവിനോടുകൂടെ 40 പകലും 40 രാവും ചെലവഴിച്ചു. ആ നാളുകളിൽ അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. വിശപ്പിനേക്കാൾ ഉപരിയായി ദൈവ സാന്നിധ്യം മോശയെ താങ്ങി നിർത്തി. ഭൗതികമായ അന്നത്തേക്കാൾ ആത്മാവിന് ശക്തി നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്ന് മോശയുടെ ഉപവാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം മലമുകളിൽ അഗ്നി പോലെ ഇറങ്ങി വന്നപ്പോൾ ആ വിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി മോശ തന്നെത്താൻ പൂർണ്ണമായി സമർപ്പിച്ചു. നോമ്പും ഉപവാസവും എല്ലാം പൂർണ്ണമാകുന്നത് നാം ഇത്തരത്തിൽ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുമ്പോഴാണ്. അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് പുറപ്പെടുന്നവർക്ക് എത്തിച്ചേരാൻ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു സുരക്ഷിത ഇടമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു സീനായ് മല. പാപത്തിൻ്റെ വഴികളിൽ നിന്നും വിടുതൽ നേടുന്നവർ ജീവിതത്തിൽ തീർച്ചയായും കണ്ടെത്തേണ്ട ഒന്നാണ് സീനായ് അനുഭവം. ദൈവത്തെ മുഖാമുഖം കാണുന്ന, അവിടുത്തെ സ്പർശമറിയുന്ന ആ നിമിഷത്തിലാണ് നമ്മുടെ ആത്മീയ യാത്ര ലക്ഷ്യത്തിലെത്തുന്നത്. നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളും ഇടിമുഴക്കങ്ങളും എല്ലാം ശാന്തമാകുന്നത് നാം ആ മലമുകളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. 40 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് മലയിറങ്ങി വന്ന മോശയുടെ മുഖം ദൈവ തേജസ്സാൽ പ്രകാശിച്ചിരുന്നു. ദൈവത്തോട് സംസാരിക്കുന്നവൻ്റെ മുഖത്ത് ആ സാന്നിധ്യത്തിൻ്റെ തിളക്കം താനെ വെളിപ്പെടും. നോമ്പുകാലം അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ ദൈവീക പ്രകാശം ദൃശ്യമാകണം. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലും ഒരു സീനായ് മലയായി മാറട്ടെ. മരുഭൂമിയിലെ വരൾച്ചയെ ഭയപ്പെടാതെ ദൈവ സാന്നിധ്യമുള്ള മലയുടെ മുകളിലേക്ക് നമുക്ക് നടന്നു കയറാം. നമ്മുടെ ദേവാലയത്തിലെ ബലിയർപ്പണങ്ങളിലും പ്രാർത്ഥനകളിലും ആ സാന്നിധ്യത്തെ തിരിച്ചറിയാം. ദൈവത്തിൻ്റെ സ്പർശമേൽക്കാതെ, അവിടുത്തെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കാതെ, ദൈവത്തോട് കൂടെ വസിക്കാതെ ഈ നോമ്പ് പൂർത്തിയായാൽ നമ്മുടെ പ്രയത്നമെല്ലാം പാഴായി പോകും. ബാഹ്യമായ മാറ്റത്തെക്കാൾ ഉപരി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സംഭവിക്കുന്ന രൂപാന്തരീകരണമാകണം നമ്മുടെ ലക്ഷ്യം. ദൈവത്തോടൊപ്പം വസിക്കാനുള്ള ഈ പുണ്യകാലം നമുക്ക് ഓരോരുത്തർക്കും ആത്മീയമായ ഒരു പുനർജന്മമായി മാറട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മനക്ലേശം നേരിടുമ്പോ ബലം നിനക്കു നൽകും. മനക്ലേശം നേരിടുമ്പോ ബലം നിനക്കു നൽകും. ആ വെള്ളി വെളിച്ചം രക്ഷയുമാകയാൽ താമസമെന്നേ നീ വന്നിടുക. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു.